പിന്നെ നേരിടുന്നത്. അല്ല ഞാൻ അങ്ങനെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല കോൺഗ്രസ് അത് അല്ല ഞങ്ങൾ ആരെയും പിന്നാലെ നടക്കുകയോ ക്ഷണിക്കുകയോ ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതങ്ങനെ ആരും അഭിപ്രായ പ്രകടനം അങ്ങനെ നടത്തേണ്ട ആവശ്യമില്ല, നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ അതൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനങ്ങളാണ്. അത് തീരുമാനം എടുക്കേണ്ട കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ബോഡി ഏതാണ്? ഇപ്പോൾ കോൺഗ്രസിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ KPCC ആണ് തീരുമാനിക്കേണ്ടത്. UDFിലേക്ക് ആളുകളെ കൊണ്ടുവരേണ്ടത് UDF നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്, എല്ലാവരും കൂടി കൂടിയത്. അതൊക്കെ അതിൻ്റെ സമയാസമയങ്ങളിൽ ഉചിതമായ സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന നേതൃത്വമുണ്ട്, കൂടിയാലോചനകളുണ്ട്, കൂട്ടായ നേതൃത്വമുണ്ട്. ആ തീരുമാനം എടുക്കും. ഒരു കാര്യം എനിക്ക് ഇപ്പോൾ ഉറപ്പ് നൽകാൻ പറ്റാവുന്ന കാര്യം, ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇതിനേക്കാൾ ശക്തമായ UDF ആയിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചു എന്നോർത്ത് എല്ലാമായി എന്ന് വിചാരിക്കുന്നില്ല. ആ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ, അടുത്ത തെരഞ്ഞെടുപ്പ് ചെയ്യാൻ ഇതിനേക്കാൾ കഠിനാധ്വാനം നടത്തണം. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിലെത്തിക്കാൻ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന സീറ്റുകളുടെ എണ്ണം ഉണ്ടല്ലോ, ഞാൻ പറയണ്ടല്ലോ, അതിലെത്തിക്കാനുള്ള കഠിനാധ്വാനം നന്നായിട്ട് അധ്വാനിക്കും. അത് പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും. ഈ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൻ്റെ കാര്യം എന്താ? UDFിലെ മുഴുവൻ നേതാക്കന്മാരും പ്രവർത്തകരും അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അവർ ഭംഗിയായി ചെയ്തു. അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ ഇരട്ടി ജോലിയാണ് അവരെ ഏൽപ്പിക്കാൻ പോകുന്നത്. അത് അവർ ഭംഗിയായി ചെയ്യും. ആ ആത്മവിശ്വാസമാണ് പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞത്. മുന്നണി വിപുലീകരണം ആവശ്യമാണെന്നാണ് അല്പസമയം മുമ്പ്. അതുണ്ടല്ലോ മുന്നണി, ഞാൻ പറഞ്ഞല്ലോ, മുന്നണിയുടെ അടിത്തറ ശക്തമായിരിക്കും, വിപുലീകരിക്കപ്പെടും. പലതരത്തിൽ പല രീതിയിലാണ്, മനസ്സിലായോ? അതിപ്പോ അത് ചിലപ്പോൾ LDFിലെ ഘടകകക്ഷികളുണ്ടാവും, NDAയിലെ ഘടകകക്ഷികളുണ്ടാവും, ഇതിലൊന്നും പെടാത്ത വേറൊരു പൊതുസമൂഹത്തിൽപ്പെട്ട പലരും ഉണ്ടാവും. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോഴേ നമ്മളിതൊക്കെ കയറി ഇപ്പോഴേ നമ്മൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിന്റെ സസ്പെൻസ് പോവില്ല. നിങ്ങൾക്ക് പോലും വാർത്ത ആരെങ്കിലും കാണുമോ? നിങ്ങൾക്ക് പോലും ഒരു വാർത്ത കാണുമോ?